എം വിൻസെന്റ് എംഎൽഎക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി. കോൺഗ്രസ് നേതാക്കളാണ് എഐസിസി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചത്. സ്ത്രീപീഡനത്തിൽ പ്രതിയായ വിൻസെന്റിനെ ഇനി മത്സരിപ്പിക്കരുതെന്നാണ് എഐസിസിക്ക് നൽകിയ കത്തിലെ പ്രധാന ആവശ്യം. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നൃപൻ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിവിട്ട വലിയ വിവാദം ഇപ്പോൾ വിൻസെന്റ്, അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവരുടെ പേരുകൾ കൂടി എഐസിസി നേതൃത്വത്തിലേക്ക് വരികയാണ്. എന്താണ് ഈ കത്തിലെ പ്രധാന ആവശ്യങ്ങൾ? തീർച്ചയായും സിജു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ രണ്ട് നേതാക്കൾക്കെതിരെ പീഡന കേസ് വന്നു. വിൻസെന്റിനെ ആണെങ്കിൽ കേസ് സംബന്ധിച്ച് വീട്ടമ്മ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുക മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം റിമാൻഡിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അത് വലിയ തരത്തിൽ മണ്ഡലത്തിൽ ചർച്ചയായ കാര്യമാണ്. ഇപ്പോൾ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, മുൻ KPCC അംഗവും പഞ്ചായത്തിൻ്റെയും വിവിധ ഭാരവാഹികളായിരുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കോവളത്തെ ലീഡർഷിപ്പിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എം വിൻസെന്റിനെ ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ മണ്ഡലത്തിൽ ഈ വീട്ടമ്മ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അത് വീണ്ടും ചർച്ചയാകാൻ പോകുന്നു. മാധ്യമങ്ങളിൽ വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടും. ഒപ്പം തന്നെ ആ പരാതിയിൽ പറയുന്നത് സിജു നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി കോൺഗ്രസിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വിൻസെന്റിനെ വരും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്നതാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഒപ്പം തന്നെ മറ്റു നേതാക്കൾക്കും ഇതിൻ്റെ കോപ്പി സോണിയാഗാന്ധിക്കും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇനി ഒപ്പം തന്നെ അതിനോട് കൂട്ടി ചേർത്തിട്ടുള്ളത് മണ്ഡലത്തിൽ അദ്ദേഹം MLA ആയ ശേഷം മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ചുമതലയല്ല, മണ്ഡലത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയും വിഘടിപ്പിക്കുന്ന സമീപനമാണ് എൻ വിൻസെന്റ് സ്വീകരിക്കുന്നത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. പരാതിയിൽ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പരാതിയിൽ നിരവധി നേതാക്കൾ ഒപ്പിട്ടിട്ടുണ്ട്. നിരവധി നേതാക്കൾ, മുൻ KPCC അംഗമായ B പ്രകാശ്, വിഴിഞ്ഞം മണ്ഡലം മുൻ പ്രസിഡന്റ് മുക്കോല ഉണ്ണി, കരകുളം മണ്ഡലം മുൻ പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ നിക്കോളാസ് മൊറൈസ്, കല്ലിയൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് കല്ലിയൂർ മുരളി അടക്കം നിരവധി നേതാക്കൾ ഒപ്പിട്ട ഒരു വലിയ പരാതി ആണ് AICCയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് അയച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ കോവളം മണ്ഡലവുമായി ബന്ധപ്പെട്ട പലതരത്തിൽ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പഴയ ഉമ്മൻചാണ്ടി കാലത്തെ മുൻനിര നേതാക്കളെയൊക്കെ ഈ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരു വിഭാഗം നേതാക്കളെ, വിൻസെന്റുമായി ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെ മാത്രം കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു എന്ന തരത്തിൽ വിമർശനമുണ്ടായിരുന്നു. ഈ വിഭാഗം നേതാക്കൾ തന്നെ പലതവണ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്ന ശേഷം KPCC അധ്യക്ഷനടക്കം പരാതി നൽകിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി കൂടി ഇതിനെ കാണേണ്ടി വരും. നിലവിൽ നേരത്തെ സിജു പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ വിവാദത്തിലാണ് കോൺഗ്രസ്. അതിൻ്റെ കൂടെയാണ് കഴിഞ്ഞ ഒരു MLA കൂടിയ മുമ്പ് വന്ന ഒരു പരാതിയിൽ നിലവിലുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഏക കോൺഗ്രസിൻ്റെ MLA ആണ് എം വിൻസെന്റ്. ആ നേതാവിനെതിരെയും വീണ്ടും അവിടുത്തെ പ്രദേശത്തുള്ളതും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരാതിയുമായി AICC നേതാക്കളെ തന്നെ സമീപിച്ചിരിക്കുന്നത്. സിജു. നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.